തലശ്ശേരി അതിരൂപത KCYM-ഉം ഷാലോം ടെലിവിഷനും ചേർന്ന് സംയുക്തമായി നടത്തുന്ന യുക്യാറ്റ് പഠനശിബിരത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തായും KCBC മീഡിയ കമ്മീഷൻ ചെയർമാനും സിനഡൽ സെക്രട്ടറിയുമായ അഭിവന്യമാർ ജോസഫ് പാംപ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ പഠന പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പമായിരുന്നു കൊണ്ട് ക്രിയാത്മകമായ ചോദ്യങ്ങളിലൂടെ പിതാവിനോട് സംവദിക്കുവാനായി കടന്നു വന്നിരിക്കുന്നത് കാസർഗോഡ് ഫൊറോനയിലെ യുവജനങ്ങളാണ്. ഏറെ സ്നേഹത്തോടുകൂടി നിങ്ങളെ ഈ പഠന പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചോദ്യോത്തര വേളയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ആരാണ് ചോദിക്കുന്നത്? സ്നേഹ ചോദ്യം ചോദിച്ചോളൂ. എൻ്റെ പേര് സ്നേഹ ഫിലോ. ഞാൻ കാസർഗോഡ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. പിതാവേ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് ജനാധിപത്യം എന്നത്. സഭ ഇപ്രകാരം ഒരു ജനാധിപത്യ സംഘടനയാണ്. യെസ്, സ്നേഹയുടെ ചോദ്യം വളരെ സങ്കീർണമായൊരു ചോദ്യമാണ് അല്ലേ? ജനാധിപത്യം എന്ന് പറയുന്നത് വലിയ നന്മ നിറഞ്ഞ ഒരു ഭരണ സംവിധാനമാണ്. എന്നാൽ സഭ ജനാധിപത്യമാണോ എന്ന് ചോദിച്ചാൽ സഭ ജനാധിപത്യമല്ല. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണ സംവിധാനമാണ് ജനാധിപത്യം അല്ലേ? ഇവിടെ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയിലെ എല്ലാ ശുശ്രൂഷകളും ദൈവജനത്തിന് വേണ്ടിയാണ്. പക്ഷേ ഇത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമല്ല. ഇത് തിരഞ്ഞെടുക്കുന്ന ആരാണ്? ദൈവം തിരഞ്ഞെടുക്കും. ദൈവീകമായൊരു തിരഞ്ഞെടുപ്പ്. അതിനെ നമ്മൾ ദൈവവിളി എന്ന് വിളിക്കും അല്ലേ? നമ്മൾ ദൈവവിളി കിട്ടിയവൻ അച്ഛനാകാൻ പോയി, സിസ്റ്ററാകാൻ പോയി എന്നൊക്കെ കേൾക്കും. ഹെബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്, അഹ്റോനെ പോലെ ദൈവത്തിൻ്റെ വിളി ലഭിക്കാത്ത ആർക്കും ഈ പദവി സ്വയമേവ ഏറ്റെടുക്കാൻ പറ്റിയത്. അതുകൊണ്ട് ദൈവജനത്തിന് വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവർ നടത്തുന്ന ശുശ്രൂഷയാണ് സഭയിലെ ഭരണ സംവിധാനമെന്ന്. അതുകൊണ്ട് ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം പറയുന്നതാണ് ശരി അല്ലേ? പക്ഷെ ജനാധിപത്യം എന്ന് പറയുന്നത് അപ്രകാരം ഭൂരിപക്ഷം പറയുന്നത് ശരിയെന്ന് കരുതുന്നത് ശരിയല്ല. കാരണം എന്താണ്? ഭൂരിപക്ഷം വായി തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ അത് ശരിയാകില്ല. മറിച്ച് ഈ ഭൂരിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ എഴുതപ്പെട്ട ഒരു ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അത് ശരിയാവൂ അല്ലേ? വെറുതെ ജനങ്ങൾ, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തി ആ പ്രദേശത്തെ ആളുകളെല്ലാം കൂടെ കൂടി തീരുമാനിക്കൂ, ഒരുത്തൻ ഇന്ന ഭക്ഷണം കഴിച്ചു, അവനെ അടിച്ചു കൊല്ലാൻ തീരുമാനിച്ചു. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അടിച്ചു കൊല്ലാന്നാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ? ആണോ സ്നേഹ? അല്ല. കാരണം എന്താണ്? ഭൂരിപക്ഷം പറയുന്നതെല്ലാം ശരിയായിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ജനാധിപത്യം അപകടത്തിലാകുന്ന അപ്പോഴാണ്. അതിനാണ് ഓരോ ജനാധിപത്യ രാജ്യത്തിനും എഴുതപ്പെട്ട ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയുടെ മൂല്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഭൂരിപക്ഷ അഭിപ്രായം നടപ്പിലാകുമ്പോഴാണ് ജനാധിപത്യം സംജാതമാകുന്നത്. അതുകൊണ്ട് നമ്മൾ സ്നേഹ ചോദിച്ച ജനാധിപത്യം പോലും സമ്പൂർണ്ണ അർത്ഥത്തിൽ ജനാധിപത്യമല്ല. അതിന് ചില നിയന്ത്രണ രേഖകളുണ്ട്, ചില ലക്ഷ്മണ രേഖകളുണ്ട്. ആ രേഖയ്ക്ക് വെളിയിൽ കടന്നാൽ അത് ജനാധിപത്യത്തെ തകർത്ത് കളയും. ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ച ഒരു കാര്യം. ഭാരതത്തിൻ്റെ സുപ്രീം കോടതി പറയുകയാണ് അത് തെറ്റാണ്. എല്ലാവരും സമ്മതിക്കും അത് തെറ്റാണ്. കാരണം എന്താണ്? ഇത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ചില ചെക്ക് പോയിന്റുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സഭയിലും ഈ ഒരു സംവിധാനമുണ്ട്. ജനങ്ങളുടെ അഭിപ്രായം, ദൈവജനത്തിൻ്റെ അഭിപ്രായം തീർച്ചയായും അത് മാനിക്കപ്പെടുന്നു സഭയിൽ. ഇപ്പോൾ നിങ്ങളുടെ ഇടവകയിൽ ഒരു പള്ളി പണിയണോ, പള്ളിമേട പണിയണോ, പൊതുയോഗം കൂടി തീരുമാനിക്കും.
ആളുകൾ പറയുകയാണ് നമുക്കൊരു പള്ളി പണിത് കളയാച്ചു, നമ്മുടെ പള്ളി ചോരാൻ തുടങ്ങി, പുതിയൊരു പള്ളി പണി. എല്ലാവരുടെ കൂടി ഒരു തീരുമാനമെടുത്തു. ജനാധിപത്യപരമായിട്ടാണ് ആ തീരുമാനം എടുക്കുക, അല്ലേ? ആ തീരുമാനം നടപ്പിലാക്കുന്നതിൽ ജനാധിപത്യമുണ്ട്. അത് ജനങ്ങളെല്ലാവരും കൂടി അതിനുള്ള ഫണ്ട് കണ്ടെത്തി എല്ലാവരും തങ്ങളാൽ ആവും വിധം സഹകരിച്ച് അവർക്ക് വേണ്ടി അവർ നിർമ്മിച്ച ഒരു ദേവാലയം. അങ്ങനെ കെട്ടിടം പണിത് കഴിഞ്ഞപ്പോൾ അത് ദേവാലയമാകിയ അതെന്ത് ചെയ്യും? അത് മെത്രാൻ വന്നത് കൂദാശ ചെയ്ത് ദൈവഭവനമായി പ്രഖ്യാപിക്കുമ്പോഴാണ് അത് ദേവാലയമായിത്തീരുന്നത്. അപ്പോൾ ജനാധിപത്യവുമുണ്ട്, സഭയുടെ നിയതമായ ഒരു പ്രവർത്തന ശൈലി, ദൈവദത്തമായ ഒരു പ്രവർത്തന ശൈലിയിൽ നിന്നുള്ള അംഗീകാരമുണ്ട്. ഒരാൾ വൈദികനാകാൻ സ്വയം തീരുമാനിച്ചു വന്നാൽ അത് ദൈവവിളിയാകില്ല. മറിച്ച് എന്താണ്? അവൻ്റെ ആ വിളിയെ സഭ അംഗീകരിക്കണം. അതിനുവേണ്ടിയാണ് 10-12 കൊല്ലം അവർക്ക് പരിശീലനം നൽകുന്നത്. ആ പരിശീലന നാളുകളിൽ ഉത്തരവാദപ്പെട്ട സഭാ നേതൃത്വം അവനെ വിലയിരുത്തുന്നു. അവന് ഈ ദൈവീക ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിവുണ്ടോ, അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കും. ആ പരിശോധിച്ച സെമിനാരിയിലെ അധികാരികൾ ഒരു റിപ്പോർട്ട് മെത്രാന് കൊടുക്കും. അതിൻ്റെയും കൂടി വെളിച്ചത്തിൽ മെത്രാനോ ആ സന്യാസ സമൂഹത്തിൻ്റെ സുപ്പീരിയറോ ആണ് ഈ വ്യക്തി ഇത് പദവി സ്വീകരിക്കാൻ യോഗ്യനാണോ എന്ന് തീരുമാനിക്കും. സിറോ മലബാർ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ദൈവജനത്തിന് ഇതിനകത്ത് അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ കല്യാണം വിളിച്ചു ചെല്ലുന്നത് പോലെ ഒരാൾക്ക് സഭയിലെ മേജർ പട്ടം എന്ന് പറഞ്ഞാൽ ഡീക്കൻ പട്ടം, പൗരോഹിത്യ പട്ടം, ഈ 2 പട്ടങ്ങൾ നൽകുന്നതിന് മുൻപ് ആ വ്യക്തി അംഗമായിരിക്കുന്ന ഇടവകയിൽ 3 ഞായറാഴ്ചകളിൽ ദൈവജനത്തെ അറിയിക്കും. എന്തിനാ അറിയിക്കുന്നതെന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പേര് തരണമെന്ന് പറയാൻ വേണ്ടിയല്ല. ആ വ്യക്തി നിങ്ങൾക്കറിയാവുന്ന വ്യക്തിയാണ്. ഈ പട്ടം സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങളോ പൗരോഹിത്യത്തിന് നിരക്കാത്ത പ്രവർത്തന ശൈലികളോ ആ വ്യക്തിയിൽ നിങ്ങൾ ദർശിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയാൻ വേണ്ടിയാണ് അത് അറിയിക്കുന്നത്. മനസ്സിലാകുന്നു? അതുകൊണ്ട് ദൈവജനത്തിൻ്റെ അംഗീകാരം തീർച്ചയായും ഈ പൗരോഹിത്യ വഴികളിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഒരാളെ മെത്രാനായി തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായും അത് ഏത് രൂപതയിലാണോ ആ രൂപതയിലെ സന്യസ്തരുടെ അഭിപ്രായം ചോദിക്കും. ആ രൂപതയിലെ അൽമായരുടെ പ്രതിനിധികളുടെ എല്ലാ അൽമായരോടും പോയി ചോദിക്കാൻ പറ്റില്ല. പക്ഷെ അൽമായ പ്രതിനിധികളോട് രഹസ്യമായി വിവരം ചോദിക്കും. ഒരു ഫോം അയച്ചു കൊടുക്കും. അതിനകത്ത് ആ വ്യക്തിയുടെ സ്വഭാവത്തെ സൂക്ഷ്മമായി വിലയിരുത്താൻ പോരുന്ന അനവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ആ വ്യക്തിയെ കൃത്യമായി അറിയുന്ന ആ വ്യക്തി ഇരുന്ന ഇടവകയിലെ ആളുകളാകാം, അല്ലെങ്കിൽ ആ വ്യക്തി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ അൽമായരാകാം, ഒരു രൂപതയിലെ അൽമായ നേതാക്കളാകാം. അവർക്കൊക്കെ അയച്ചു കൊടുക്കും. ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് വളരെ കൃത്യമായി ക്രോഡീകരിച്ച് പഠിക്കും. ആ പഠിച്ചതിന് ശേഷമാണ് ഈ വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് റോമാ മാർപ്പാപ്പ തീരുമാനിക്കുന്നു. അതുകൊണ്ട് സഭയിലെ ഈ ശുശ്രൂഷ ശ്രേണികൾ എന്ന് പറയുന്നത് നിങ്ങൾ അൽമായർക്കൊരു ബന്ധവും ഇല്ലാത്തതാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും ഇതിനകത്ത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ സാധ്യമായ എല്ലാ മേഖലകളിലും സഭ ഇത് അനുധാവനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എന്നാൽ സഭ സ്നേഹ ചോദിച്ചതുപോലെ അല്ലെ സൂചിപ്പിച്ചതുപോലെ ഒരു ജനാധിപത്യ സംവിധാനം മാത്രമല്ല. ജനാധിപത്യം സഭയിലുണ്ട്, പക്ഷേ സഭ കേവലം ഒരു ജനാധിപത്യ സംവിധാനമല്ല. കാരണം ജനത്തിൽ പെടാത്ത ദൈവത്തിൻ്റെ നിയന്ത്രണം ഈ സഭയ്ക്കുണ്ട്, പരിപാലനം ഈ സഭയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ജനാധിപത്യ സർക്കാരുകൾ നിലംപതിക്കുമ്പോഴും തിരുസഭ നിലംപതിക്കാതെ ഈ 21 നൂറ്റാണ്ടുകളായി മുന്നോട്ട് നീങ്ങും. പിതാവിൻ്റെ ഉത്തരം
സ്നേഹയ്ക്ക് വ്യക്തമായോ? വ്യക്തമായി. അടുത്ത ചോദ്യം നമുക്ക് ആരാണ് ചോദിക്കാനുള്ളത്? ഫെബിൻ ചോദിച്ചുകൊള്ളൂ. പിതാവേ, എൻ്റെ പേര് ഫെബിൻ ജെയിംസ്. ഞാൻ കാസർഗോഡ് ഇടവകയിൽ നിന്ന് വരുന്നു. പിതാവേ, അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവരും തമ്മിലുണ്ടാകും. അങ്ങനെയാണെങ്കിൽ മാർപ്പാപ്പയ്ക്കെതിരെ മെത്രാനോ മെത്രാനെതിരെ മാർപ്പാപ്പയ്ക്കോ പ്രവർത്തിക്കാൻ സാധിക്കുമോ? ഫെബിൻ്റേത് വളരെ സമകാലിക പ്രതിസന്ധികൾക്ക് ഉള്ള ഒരു സംശയമാണ്, അല്ലേ? അതായത് എല്ലാവരും മനുഷ്യരാണ്. മെത്രാനും മനുഷ്യനാണ്, വൈദികൻ മനുഷ്യനാണ്, മാർപ്പാപ്പായും മനുഷ്യനാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ അത് എപ്പോഴും എടുത്തു പറയാറുണ്ട്, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. അതുകൊണ്ട് മാർപ്പാപ്പായെ എപ്പോഴും കയറി വിമർശിക്കാമെന്നല്ല അതിൻ്റെ അർത്ഥം. ഫെബിൻ ചോദിച്ചത്, ഫെബിൻ എന്നെ പഠിക്കുവാണോ അതോ ജോലി ചെയ്യണം? ജോലി ചെയ്യാം. എന്നാ ചെയ്യുന്നത്? ഞാൻ ടീച്ചറാണ്. ടീച്ചറാണ് അല്ലേ? ടീച്ചർ എന്ന നിലയിൽ ഫെബിൻ ചെയ്യുന്ന ജോലി അതിനൊരു നിയതമായ സംവിധാനമുണ്ട്. പരീക്ഷ എഴുതിയിട്ട് പിള്ളേർ തന്നെ അത് വാല്യൂ ചെയ്ത് മാർക്കിടാം എന്ന് പറഞ്ഞാൽ ഫെബിൻ സമ്മതിക്കുമോ? ഇല്ല. ഇല്ല. അത് നമ്മുടെ വ്യവസ്ഥിതിയിൽ ടീച്ചറാണ് അത് വാല്യൂ ചെയ്ത് ഓരോരുത്തരുടെയും ഗ്രേഡ് നിശ്ചയിക്കും. എന്നതുപോലെ സഭയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. വ്യത്യസ്ത അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്തോ ഭിന്നത എന്നുള്ള അർത്ഥത്തിലല്ല. മനുഷ്യർ വ്യത്യസ്തരായതുകൊണ്ട് അവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതാണ് സത്യം. ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു വരുമ്പോൾ സഭയുടെ നിയതമായ വെളിപാടിൻ്റെ വെളിച്ചത്തിൽ ഇതാണ് സഭയ്ക്കുള്ള വഴി എന്ന് പറയാൻ ദൈവം നിയോഗിച്ച ആളാണ് മാർപ്പാപ്പ എന്ന്. ആ മാർപ്പാപ്പ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വ്യത്യാസങ്ങൾ മറന്ന് നമ്മൾ പരിശുദ്ധ മാർപ്പാപ്പായെ അംഗീകരിക്കുന്നു. എന്തുകൊണ്ടാണ്? അത് ദൈവത്തിൻ്റെ സ്വരമാണ് എന്ന് വിശ്വാസം വഴി നാം ഗ്രഹിക്കുന്നു. വിശ്വാസമില്ലാത്തവൻ ചിന്തിക്കുമ്പോൾ എന്താ, മാർപ്പാപ്പ ഇപ്പം ആരാണത് പറയാൻ? ഇവിടുത്തെ കാര്യം ഞങ്ങളല്ലേ പറയുന്നത്, ഞങ്ങൾ പറയുന്നത് ഇവിടെ നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ശരിക്കും ആ വ്യക്തി പ്രകടമാക്കുന്ന എന്താണ്? ആ വ്യക്തിക്ക് വിശ്വാസമില്ല. അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അത് വ്യക്തിയുടെ കുഴപ്പമല്ല, അയാൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ പിന്നിലെ ദൈവീക ഇടപെടൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മാർപ്പാപ്പായെ മെത്രാന്മാർക്ക് വിമർശിക്കാവോ എന്ന് ചോദിച്ചാൽ പാപ്പ ചില കാര്യങ്ങളിൽ തുറന്ന അഭിപ്രായം പറയാൻ പറയുന്നു. അത് വിമർശനമല്ല, അതേക്കുറിച്ച് അഭിപ്രായം പറയാൻ. ഇപ്പം സിനഡിനെക്കുറിച്ച്, സിനഡാലിറ്റിയെക്കുറിച്ച് റോമിൽ സിനഡ് ഒരു ഘട്ടം കഴിഞ്ഞു. അടുത്ത ഒക്ടോബറിൽ വീണ്ടും അഭിപ്രായ പ്രകടനത്തിനുള്ള അവസരമുണ്ട്. അതിൽ ഓരോ ആശയങ്ങൾ വരുമ്പോൾ വ്യത്യസ്ത അഭിപ്രായം പറയാൻ വേണ്ടിയാണ് അത് പറയുന്നത്. ഇപ്പം വനിതകൾക്ക് പൗരോഹിത്യം കൊടുത്താൽ എന്നാന്ന് ചോദിച്ച് ആളുകൾ പറയുമ്പോൾ വനിതകൾക്ക് പൗരോഹിത്യം കൊടുക്കുന്നതിലെ പ്രശ്നം ഇതാണ്, അല്ലെങ്കിൽ അത് കൊടുക്കണം, ഇന്നതാണ് അതിൻ്റെ പോസിറ്റീവായ കാര്യം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ അവിടെ പറയും. അല്ലെങ്കിൽ ഒരാളെ ഡീക്കൻ പട്ടം ഒരു വനിതയ്ക്ക് കൊടുത്താൽ എന്നാ കുഴപ്പം? അതല്ല എങ്കിൽ ഗേ ലെസ്ബിയൻ എന്ന് പറയുന്ന സ്വവർഗ രതി ജീവിതമാർഗമായി സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, അവരുടെ ആ ബന്ധത്തെ ആശീർവദിക്കാവൂ? ഇതൊക്കെ സഭയിൽ തർക്ക വിഷയങ്ങൾ. ആ തർക്ക വിഷയങ്ങളെക്കുറിച്ച് പൊതുബോധം എന്ത് എന്നറിയാൻ സഭ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള വിശാലമായ ചർച്ചാവേദികൾ രൂപപ്പെടുത്തുന്നത്. അപ്രകാരം സിനഡിൻ്റെ ചർച്ചാവേദികളെക്കുറിച്ച് ഏതാനും കർദിനാളന്മാർ ചേർന്ന് ഒരു എഴുത്ത് തന്നെ പരസ്യം ചെയ്തു. ധൂബിയ എന്നാണ്, സംശയങ്ങൾ എന്നാണ് ലത്തീൻ ഭാഷയിൽ അതിൻ്റെ അർത്ഥം. ധൂബിയ എന്ന പേരിൽ ഒരു എഴുത്ത് എഴുതി, മാർപ്പാപ്പയ്ക്ക് എഴുതിയത്. ഞങ്ങൾക്ക് ഇന്ന സംശയങ്ങൾ ഈ വിഷയത്തിലുണ്ട് എന്ന് പറഞ്ഞു. പരിശുദ്ധ മാർപ്പാപ്പ അതിന് കൃത്യമായ ഉത്തരം പിന്നീട് നൽകുകയുണ്ടായി. ഇതൊക്കെയും സൂചിപ്പിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. പക്ഷേ പരിശുദ്ധ മാർപ്പാപ്പ പത്രോസിൻ്റെ പിൻഗാമി എന്ന നിലയിൽ നമ്മളോട് ഇന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വിശ്വസിക്കേണ്ടത്, നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത്
എന്ന് കൃത്യവും വ്യക്തവുമായ ഒരു നിർദ്ദേശം തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രബോധനം, മാർപ്പാപ്പായുടേത് കേവലം നിർദ്ദേശമല്ല. നിർദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണേ സ്വീകരിച്ചാൽ മതി, വേണ്ടേ സ്വീകരിക്കും. പാപ്പ നൽകുന്ന വെറും നിർദ്ദേശമല്ല, അത് പ്രബോധനമാണ്. ഔദ്യോഗിക പ്രബോധനം തന്നു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ എതിരഭിപ്രായമുള്ളവർക്കും ഉത്തരവാദിത്വമുണ്ട്. അത് സഭയുടെ ഘടന നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പാഠമാണ്. അതുകൊണ്ട് ഇവിടെ ചോദിച്ചതുപോലെ, ഫെബിൻ ചോദിച്ച സഭയിൽ മെത്രാന്മാരെ ആർക്ക് മാർപ്പാപ്പായെ വിമർശിക്കാവോ എന്ന് ചോദിച്ചാൽ, തീർച്ചയായും അവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് സ്വതന്ത്രമായി പ്രകടിപ്പിക്കാൻ സഭയിൽ വേദിയുണ്ട്. പക്ഷേ ആ അഭിപ്രായങ്ങളെല്ലാം കേട്ട് ഉത്തരവാദപ്പെട്ട സ്ഥാനത്ത് നിന്ന് പരിശുദ്ധ മാർപ്പാപ്പ ഒരു തീരുമാനം പറഞ്ഞാൽ അതെല്ലാവരും അനുസരിക്കും. പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ പോയാൽ സഭയിൽ അരാജകത്വമായിരിക്കും ഉടലെടുക്കും. അത് പാടില്ല. ഇടവകയിൽ പൊതുയോഗം കൂടി പല കാര്യങ്ങളെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം, അവസാനം വികാരിച്ചനൊരു തീരുമാനം പറയും. അതിനെ ദൈവജനം മനസ്സിലാക്കും. ഇനി വികാരിച്ചൻ പറഞ്ഞതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്, നിങ്ങൾക്ക് ആ പരാതി 7 ദിവസത്തിനുള്ളിൽ രൂപതാ കേന്ദ്രത്തിൽ സമർപ്പിക്കാം എന്നാണ് സഭാ നിയമം. അപ്രകാരം പരാതി സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ പരാതിപ്പെട്ടവരെയും കൂടി വിളിച്ച് കേട്ട ശേഷമേ പൊതുയോഗത്തിൻ്റെ തീരുമാനം രൂപതയിൽ നിന്ന് മെത്രാൻ അംഗീകരിച്ചു കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് അവരുടെ അഭിപ്രായം പറയാനൊരു വേദിയുണ്ട്. അവരോട് കൃത്യമായ കാര്യങ്ങൾ, ഇനി അവരുടെ പറയുന്ന അഭിപ്രായം ഗൗരവമുള്ള അഭിപ്രായമാണ്, നല്ലതാണ് എങ്കിൽ ചിലപ്പോൾ ഈ പൊതുയോഗത്തോട് വീണ്ടും ആ വിഷയം ഒരിക്കൽ കൂടി ചർച്ച ചെയ്ത് കൃത്യമായ എല്ലാ വശവും പഠിച്ചിട്ട് ഒരു തീരുമാനമെടുക്കാൻ രൂപത നിർദ്ദേശം തരും. ഇതൊക്കെയും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. എന്നാൽ ഇതെല്ലാം കേട്ട ശേഷം രൂപതാധ്യക്ഷൻ അതേക്കുറിച്ച് ഒരു തീരുമാനം പറഞ്ഞു കഴിയുമ്പോൾ വിശ്വാസികൾ അതനുസരിക്കും. അത് വിശ്വാസം വഴിയുള്ള ഒരു അനുസരണമാണ്, അല്ലാതെ അത് അടിമത്തമോ തങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചതായ തോന്നലോ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് വിശ്വാസത്തിൻ്റെ കുറവായിട്ട് വേണം അതിനെ മനസ്സിലാക്കാൻ. അതുകൊണ്ട് നേരത്തെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത സഭയിലെ ജനാധിപത്യം ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിൻ്റെ പൂരകമായിട്ട് വേണം ഈ ചോദ്യത്തെയും അതിൻ്റെ വ്യാഖ്യാനത്തെയും മനസ്സിലാക്കാൻ. ചോദ്യത്തിനുള്ള ഉത്തരം വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വ്യക്തമായി പിതാവേ. താങ്ക് യു ഫെബിൻ. അടുത്ത ചോദ്യം ആരാണ്? ചോദിച്ചോളൂ. ഞാൻ ബിബിൻ കോത്രപ്പള്ളി, കാസർഗോഡ് ഫൊറോനയിലെ മുള്ളേരിയ ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ സംശയം ഇതാണ് പിതാവേ, മനുഷ്യരെല്ലാവരും കുറവുകളും പോരായ്മകളും ഉള്ളവരാണ്, ആരും പൂർണ്ണരല്ലോ. എന്നാൽ മാർപ്പാപ്പയുടെ തെറ്റാവരത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? യെസ്, ബിബിൻ ചോദിച്ചത് മാർപ്പാപ്പായുടെ തെറ്റാവരത്തെക്കുറിച്ചാണ് അല്ലേ? മാർപ്പാപ്പ ദൈവമാണെന്നല്ല എൻ്റെ അർത്ഥം. മാർപ്പാപ്പായ്ക്ക് കുറവുകളുള്ള സാധാരണ മനുഷ്യനാണ് എന്ന് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കുക, അതിനകത്ത് പാപമൊന്നുമില്ല. അതേസമയം തെറ്റാവരം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വിശ്വാസം, സന്മാർഗം എന്നീ കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുസഭയെ പത്രോസിൻ്റെ പിൻഗാമി എന്ന നിലയിൽ പ്രബോധിപ്പിക്കുമ്പോൾ പരിശുദ്ധ റോമാ മാർപ്പാപ്പായെ പരിശുദ്ധാത്മാവ് നയിക്കുന്നു. അതിനാൽ മാർപ്പാപ്പായ്ക്ക് തെറ്റുപറ്റില്ല. ഇതാണ് തെറ്റാവരം എന്ന് പറയുന്നത്. മാർപ്പാപ്പായുടെ വ്യക്തിപരമായ ഒരു മെറിറ്റായിട്ട് കഴിവായിട്ടോ അല്ല തെറ്റാവരത്തെ സഭ മനസ്സിലാക്കുന്നത്. മറിച്ച് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് സഭയെ പ്രബോധിപ്പിക്കുമ്പോൾ പരിശുദ്ധ പിതാവിനെ നയിക്കുന്നത്, പ്രചോദിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റിയാൽ, പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റാത്തത് കൊണ്ടാണ് മാർപ്പാപ്പായ്ക്ക് തെറ്റുപറ്റാത്തത്. അല്ലാണ്ട് മാർപ്പാപ്പായുടെ വ്യക്തിപരമായ അറിവിൻ്റെ വെളിച്ചത്തിൽ മാർപ്പാപ്പായ്ക്ക് തെറ്റുപറ്റാം. ഇപ്പോൾ ഉദാഹരണം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ഏതൊക്കെയാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പായോട് ചോദിച്ചാൽ മാർപ്പാപ്പായ്ക്ക് അതേക്കുറിച്ച് അറിയാൻ പാടില്ലേ? ഇല്ലേ? ഡൽഹിയും ബോംബെയും തമ്മിൽ എത്ര ദൂരമുണ്ടെന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോയെന്നില്ല. അതായത് മാനുഷികമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനകത്തല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ വിഷയം ദൈവീക വെളിപാടിനെ വ്യാഖ്യാനിക്കുന്നതിൽ, അതായത് വിശ്വാസം, സന്മാർഗം എന്നീ കാര്യങ്ങളിൽ
ദൈവീക വെളിപാടിനെയാണ് പാപ്പ വ്യാഖ്യാനിക്കുന്നത്. അപ്രകാരം വ്യാഖ്യാനിക്കുമ്പോൾ പരിശുദ്ധ പിതാവിനെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുകയും തെറ്റുകൂടാതെ പഠിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തെറ്റാവരം യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനാണുള്ളത്. പരിശുദ്ധാത്മാവ് അത് പരിശുദ്ധ മാർപ്പാപ്പായിലൂടെ പ്രബോധിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം. ബിബിന് ഉത്തരം വ്യക്തമായോ? ക്ലിയറായി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, ചോദിച്ചു. എൻ്റെ പേര് ബിനൂബ്. ഞാൻ കാസർഗോഡ് ഫൊറോനയിലെ മുള്ളേരി ഇടവകയിൽ നിന്നും വരുന്നു. പിതാവേ, ഇന്നത്തെ യുവതലമുറ കൗദാശിക ജീവിതത്തിൽ നിന്ന് ഏറെ പിറകോട്ട് പോയിട്ടുള്ളതായിട്ട് കാണപ്പെടുന്നു. ഇതിനെ മറികടക്കാൻ ഉള്ള പരിഹാരങ്ങളൊന്ന് വ്യക്തമാക്കാമോ? യെസ്, യുവജനങ്ങൾ കൗദാശിക ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നു. ഇതിനെ എങ്ങനെ മറികടക്കാമെന്നാണ് ബിനൂബ് ചിന്തിക്കുന്നത്, അല്ലേ? അതെ. ബിനൂബ് എന്നാ ചെയ്യുന്നേ? ഞാൻ മർച്ചൻ്റ് നേവിയിൽ വർക്ക് ചെയ്യുന്നു. മർച്ചൻ്റ് നേവിയിൽ. അപ്പോൾ ഈ കൗദാശിക ജീവിതമൊന്നും അവിടെ ഇല്ലല്ലോ? ഇല്ല. 6 മാസം കടലിലായിരിക്കും, അല്ലേ? 6-9 മാസം. 6 മാസം അല്ലെങ്കിൽ 9 മാസം. ഗുഡ്. അപ്പോൾ വിനൂപ് പറഞ്ഞത് ശരിയാ. പക്ഷെ നമ്മൾ കടലിലായിരിക്കുകയോ ഏത് സാഹചര്യത്തിലായിരിക്കുമ്പോഴും നമ്മൾ ദൈവത്തോട് ഐക്യപ്പെട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും, അല്ലേ? നമുക്ക് കൂദാശ ജീവിതം ചിലപ്പം ആ അവസരത്തിൽ പ്രായോഗികമായിരിക്കുകയല്ല, പക്ഷേ ദൈവ ഐക്യത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അത് വിനൂപിനും ചെയ്യാവുന്നതാണ്, അല്ലേ? എല്ലാ ദിവസവും ജപമാലയെല്ലാം കപ്പലയിലായിരിക്കും തീർച്ചയായും ചൊല്ലുന്നുണ്ട്. വെരി ഗുഡ്. അതുപോലെ തന്നെ നമുക്ക് അരൂപിയിൽ ഈശോയെ ദിവ്യകാരുണ്യമായി സ്വീകരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ കിട്ടും. അതായത് ഈശോയെ അരൂപിയിൽ ഈശോയെ നേരിട്ട് സ്വീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല, പക്ഷേ ഈശോയെ അരൂപിയിൽ സ്വീകരിക്കുന്ന ഒരു പ്രാർത്ഥന ചൊല്ലി ഈശോയെ നമുക്ക് ആത്മാവിൽ സ്വീകരിക്കുന്ന ഒരു കർമ്മമാണ്. അപ്രകാരം കൗദാശിക ജീവിതത്തോട് താല്പര്യമുള്ളവർക്ക് അതിനവസരം ഇല്ലാത്തപ്പോഴും അത് പ്രയോജനപ്പെടുത്താനുള്ള വഴികൾ സഭയിലുണ്ട്, അത് സത്യം. എന്നാൽ യുവജനങ്ങൾ വിനൂപ് ചോദിച്ചതുപോലെ നമ്മൾ വേദപാഠം പഠിക്കുമ്പോൾ പലരും സൂചിപ്പിക്കുന്നതാണ്, 1-ാം ക്ലാസ്സുകാരെ ഏറ്റവും മുമ്പിൽ, 2-ാം ക്ലാസ് പുറകിൽ, 12-ാം ക്ലാസ് എത്തുമ്പോൾ ഏറ്റവും പുറകിൽ, 12-ാം ക്ലാസ് കഴിയുമ്പോൾ ആനവാതിൽ വഴി അവൻ ഇറങ്ങിപ്പോവുകയാണ്, പിന്നെ അവനെ കാണുന്നില്ല എന്നൊക്കെ പലരും പല ചർച്ചകളിലും പറയുന്നേക്കും. വാസ്തവത്തിൽ നമ്മുടെ യുവജനങ്ങൾ അങ്ങനെ സഭയിൽ നിന്ന് അകന്നുപോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് അവർ ഇപ്പോൾ 10-ാം ക്ലാസ്സിലോ 12-ാം ക്ലാസ് വരെയോ പഠിച്ച കാലത്ത് സഭയുമായി ഉണ്ടായിരുന്ന ആ ബന്ധമോ ആ ബന്ധത്തിൻ്റെ ഇൻറ്റൻസിറ്റിയോ അല്ല അവന് അതിന് ശേഷമുള്ള കാലത്തുള്ളൂ. അവൻ പഠനത്തിന് വേണ്ടി മറ്റ് സ്ഥലങ്ങളിൽ പോകുന്നതാണ്, അല്ലെങ്കിൽ അവനെ മറ്റ് വ്യഗ്രതകൾ അവൻ്റെ മനസ്സിനെ ഭരിക്കുന്നുണ്ട്, ജീവിതത്തിൽ ഏതെങ്കിലും ലക്ഷ്യത്തിലെത്താനുള്ള നിർബന്ധ ബുദ്ധികൾ അവൻ്റെ മുമ്പിലുണ്ട്. ഇങ്ങനെ ഒട്ടനവധി പ്രതിസന്ധികളിലൂടെയാണ് യൗവനം കടന്നു പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു വിലയിരുത്തലനുസരിച്ച് നമ്മുടെ യുവജനങ്ങൾ സഭയിൽ നിന്ന് അങ്ങനെ ക്രമാതീതമായി അകന്നൊന്നും പോയിട്ടില്ല. അവർ സഭയുമായുള്ളൊരു ആത്മബന്ധം ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ സൂക്ഷിക്കുന്നു. അവർ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാത്തവർ പോലും സഭയുടെ ആണ്ടുകുമ്പസാരം മുടക്കാതെ വന്ന് കുമ്പസാരിക്കുക, സാധിക്കുമ്പോഴൊക്കെ പള്ളിയിൽ പോകാൻ ശ്രമിക്കുക. നമ്മുടെ ഒരു നല്ല ശതമാനം യുവജനങ്ങൾ ഞായറാഴ്ച കുർബാന ഒരിക്കലും മുടക്കാതെ കാണാൻ ആഗ്രഹിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നവർ. നിങ്ങൾ സഭയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ കൂട്ടായ്മ വന്നിരിക്കുന്നത്. മുള്ളേരിയ ഇടവകയെന്നൊക്കെ ഇവിടെ എത്തിപ്പെടണമെങ്കിലുള്ള പാട് എനിക്കറിയാം. തലശ്ശേരി രൂപതയുടെ ഏറ്റവും വിദൂരത്തിലുള്ള ഇടവകയാണ് മുള്ളേരിയ ഇടവക. ഇവിടെ തലശ്ശേരിയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് നിങ്ങളുടെ മുള്ളേരിയയിലേക്ക്? ഏകദേശം 150 കിലോമീറ്ററിന് മുകളിലുണ്ട്. അത്രയും ദൂരത്ത് നിന്ന് നിങ്ങൾ ഇവിടെ വരുന്നെങ്കിൽ നിങ്ങൾ സഭയെ സ്നേഹിക്കുന്നവർ തന്നെ, അല്ലേ? നമ്മുടെ യുവജനങ്ങൾ ഒരാവശ്യം വരുമ്പോൾ സഭയോട് ചേർന്ന് നിൽക്കാൻ കാണിക്കുന്ന താല്പര്യവും ഉത്സാഹവും ഒക്കെ എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ യുവജനങ്ങൾ ഒരു തങ്ങളുടെ വിവാഹ ആവശ്യം വരുമ്പോൾ
പോയി ഒന്ന് രജിസ്റ്റർ ചെയ്ത് പോയേക്കാം, എനിക്ക് വിശ്വാസമൊന്നുമില്ല എന്നല്ലല്ലോ പറയുന്നത്. നമ്മുടെ 99% യുവജനങ്ങളും പള്ളിയിൽ വന്ന് സഭാ അനുഷ്ഠാനപ്രകാരം കൗദാശികമായ വിവാഹമാണ് അനുഷ്ഠിക്കുന്നത്. നമ്മുടെ യുവജനങ്ങളുടെ ഒരു നല്ല ശതമാനത്തിൻ്റെയും വിവാഹം അവർ കൂദാശ ജീവിതമാണെന്നും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പ്രതിസന്ധികളിൽ തളരാതെ വിവാഹമോചനത്തിലേക്കൊന്നും പോകാതെ അവർ കുടുംബജീവിതം വിജയകരമായി നടത്തുന്നു. അവർക്കുണ്ടാകുന്ന മക്കളെ അവർ മാമോദീസ മുക്കുന്നു. ആ കുഞ്ഞുങ്ങളെ വേദപാഠത്തിന് കൊണ്ടുവരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ അവർക്ക് ചിലപ്പോൾ അവധി ഉണ്ടായിരിക്കും. പക്ഷെ ആ കുഞ്ഞിൻ്റെ വേദപാഠം തീരുന്നത് വരെയും പള്ളിയുടെ മണ്ഡലത്തിൽ കാവലിരിക്കുന്ന കാരണം ഈ യുവജനങ്ങളായ ദമ്പതിമാരെ ഞാൻ കാണാറുണ്ട്. ഇതെല്ലാം കാണുമ്പോഴാണ് ഞാൻ പറയുക, നമ്മുടെ യുവജനങ്ങൾ സഭയിൽ നിന്ന് അങ്ങനെ അകന്നു പോയവരൊന്നുമില്ല. അത് നിങ്ങൾ യുവജനങ്ങളെക്കുറിച്ച് ആരോ വായ്ത്താരി പോലെ പറഞ്ഞുണ്ടാക്കിയ ഒരു ആരോപണം മാത്രം. മറിച്ച് നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. കുറേ യുവജനങ്ങളൊക്കെയും ഇതിൻ്റെ തങ്ങൾ പഠിച്ച സത്യങ്ങളെ സാധ്യമായിരുന്നിട്ടും ജീവിതത്തിൽ പാലിക്കുന്നില്ല. ഞായറാഴ്ച കുർബാനയുടെ പ്രാധാന്യം അത് നമ്മൾ വേദപാഠ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ പഠിച്ചത് വീട്ടിൽ സാധിക്കുന്ന സാഹചര്യത്തിലുള്ള യുവജനങ്ങൾ പോലും ചിലപ്പോൾ മുടക്കുന്നത് കാണുമ്പോൾ അത് വീഴ്ച തന്നെയാണ്, അത് കുറവാണ്, അത് തിരുത്തപ്പെടേണ്ട കാര്യം. ഈശോ പറഞ്ഞില്ല, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുക സാധ്യമല്ല. ഈശോയെ കൂടാതെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് യൗവനം മദ്യത്തിന്, മയക്കുമരുന്നിന്, മറ്റ് തെറ്റായ വഴികളിലേക്കൊക്കെയും നയിക്കപ്പെടുന്നു. നമ്മെ നയിക്കാൻ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി പരിശുദ്ധാത്മാവുണ്ട് എന്ന തിരിച്ചറിവാണ്. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ നമ്മുടെ ഉള്ളിൽ ജ്വലിപ്പിക്കുന്നത് കൗദാശിക ജീവിതത്തിലൂടെയാണ്. ആ കൂദാശ ജീവിതം ഇല്ലാതായി കഴിയുമ്പോൾ നമ്മെ നിരന്തരം നയിക്കുന്ന ദൈവാരൂപിയുടെ സ്വരം കേൾക്കാൻ നമുക്ക് കഴിയാതെ പോവുകയും യുവജനങ്ങൾ വഴിതെറ്റിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് കൗദാശിക ജീവിതം നയിക്കുന്നത്, അല്ലയോ പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ, നിങ്ങളുടെ ഭാവിയെ ഭദ്രമാക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ഉത്തമമായ കാര്യമാണ് നിങ്ങളുടെ കുറവില്ലാത്ത കൗദാശിക ജീവിതം എന്ന സത്യം മനസ്സിലോർക്കുക. ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലൂടെ അഭിമന്യ പിതാവിന് യുവജനങ്ങളോടുള്ള സ്നേഹവും കരുതലും വാത്സല്യവും നാം തിരിച്ചറിയുകയായിരുന്നു. ബിനൂബിന് ആ ഉത്തരം തൃപ്തികരമാണോ? തൃപ്തികരമാണ്. ഈ പരമ്പരയിൽ സഭയുടെ പരമോന്നതമായ ശ്ലൈഹിക സിംഹാസനത്തെക്കുറിച്ചും മാർപ്പാപ്പയെക്കുറിച്ചും നമുക്കൊത്തിരി അറിവുകൾ ലഭിച്ചു. അതോടൊപ്പം തന്നെ അഭിമന്യ പിതാവിലൂടെ യുവജനങ്ങളെക്കുറിച്ചുള്ള കരുതലും സ്നേഹവും നാം പകർന്ന് എടുക്കുകയായിരുന്നു. അഭിമന്യ പിതാവെ, ഞങ്ങളോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിന് ഒത്തിരി നന്ദി. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നും ക്രിയാത്മകമായ ചോദ്യങ്ങളിലൂടെയും ലളിതമായ ഉത്തരങ്ങളിലൂടെയും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.